ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇല്ല. വരയൻ മാക്കൻ. എന്നെ അറിയാത്തവരായി ഈ കുറിഞ്ഞിക്കാട്ടിൽ ആരുമില്ല. സത്യം പറ, നിങ്ങൾ ആരാ? എന്തിനിവിടെ വന്നു? ഞാൻ കാത്തു. ഇത് അപ്പു. ഞങ്ങളെ റാഞ്ചിയ ഒരു പരുന്തിൽ നിന്ന് രക്ഷപ്പെട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ഞങ്ങൾക്ക് വീട്ടിലേക്കുള്ള വഴി അറിയില്ല. ഞങ്ങളെ വെറുതെ വിടണേ. ഞാനിത് വിശ്വസിക്കണമല്ലേ? ഇതൊന്നും ഇവിടെ നടക്കില്ല. മര്യാദയ്ക്കുള്ളത് പറയടാ. അയ്യോ, അയ്യോ അപ്പു, ഓടിക്കോ. ഇനി ഇവിടെ നിക്കണ്ട. ശരി കാത്തു. അപ്പു, അതാ പല്ലച്ചണ്ടനും കൂട്ടരും അല്ലേ? ശരിയാ കാത്തു. എടുക്ക. ജിണ്ടാ, അല്ല, മഴ പെയ്യുന്നു, നല്ല ഇടിയും ഉണ്ട്. നിങ്ങൾ ഇങ്ങോട്ട് കയറി നിന്നോ. ഏയ്, മഴ സാരമില്ല. ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോകാനുണ്ട് അല്ലേ? അതെ അതെ. നേരം സന്ധ്യയായല്ലോ. ശോ, ദേ മഴയും വരുന്നു. കാത്തു ഇനി ഇങ്ങ് എത്തിയില്ലല്ലോ. വാരണ്ട, എവിടെങ്കിലും പോട്ടെ. കിട്ടു, ഇങ്ങനെയാണോ പറയേണ്ടത്? ഇനി അവർക്ക് എന്തെങ്കിലും പറ്റിയോ? അതെങ്ങനെ? നീ അപ്പോഴേ ഇങ്ങി പോന്നില്ലേ? അമ്മേ, കളിച്ചപ്പോ കണ്ടന് പന്ത് കൊണ്ട് ഒരു ഏറ് കിട്ടി. അപ്പൊ കണ്ടൻ ഞങ്ങളെ എല്ലാം ഓടിച്ചു. പിന്നീടാണ് ചേച്ചിയും അപ്പൂനെയും കാണാതായത്. ദേ, നിങ്ങളിത് കേട്ടോ? ഇവര് കണ്ടനുമായി വഴക്കിട്ടെന്ന്. ഇനി ആ കണ്ടൻ പിള്ളേരെ ഉപദ്രവിക്കാൻ മറ്റോ ചെയ്തോ? ശോ, എനിക്ക് പേടിയാവുന്നു. എന്താ കിട്ടു, നീ ഇതൊന്നും നേരത്തെ പറയാത്തത്? ഞങ്ങൾ അവിടെ ഒക്കെ അവരെ തെരഞ്ഞു, പക്ഷെ കണ്ടില്ല. ചേച്ചി ആയിരിക്കും. കാത്തു അപ്പുവൊക്കെ എത്തിയായിരുന്നോ? ഇല്ലല്ലോ, ഞങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങുകയായിരുന്നു. കണ്ടൻ അവരെ കണ്ടിരുന്നോ? അയ്യോ, രക്ഷിക്കണേ, അയ്യോ. ആരോ നിലവിളിക്കുന്നു. നമുക്കൊന്ന് പോയി നോക്കിയാലോ അപ്പു? വേണ്ട കാത്തു, ചിലപ്പോ നമ്മളെ ഉപദ്രവിച്ച മാക്കനായിരിക്കും. നമുക്കിവിടുന്ന് രക്ഷപ്പെടാം. അപ്പു, ശത്രു ആണെങ്കിലും അപകടത്തിൽപ്പെട്ടവരെ സഹായിക്കേണ്ടതല്ലേ? ഇനി വേറെ ആരെങ്കിലും ആണോ? ഏതായാലും നമുക്കൊന്ന് പോയി നോക്കാം. അയ്യോ,
നിങ്ങൾ എത്ര നല്ല മനസ്സുള്ളവരാ. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഇനി വീട്ടിലെത്താൻ ഞാൻ നിങ്ങളെ സഹായിക്കും. ഓ അയ്യോ, ദേഹം നല്ല വേദന. ഇനി ആ ലാടന്മാരുടെ മരുന്ന് പുരട്ടിയാലേ സുഖമാവൂ. ലാടന്മാരോ? മുള്ളുവാണ്ടി ചേട്ടനും കീരിശെൽവൻ ചേട്ടനുമാണോ? അതെ, അവരെ നിങ്ങൾക്കെങ്ങനെ അറിയാം? അവര് മരുന്ന് വിൽക്കാൻ ഞങ്ങളുടെ നാട്ടിലും വരാറുണ്ട്. ആ, എന്നാലിനി പ്രശ്നമില്ല. നിങ്ങളുടെ നാട്ടിലേക്കുള്ള വഴി അവർക്കറിയാമായിരിക്കും. നമുക്ക് അവരെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാം. കുട്ടന് നീന്താൻ വലിയ കൊതിയാണ്. പക്ഷെ നീന്താൻ അറിയില്ലല്ലോ. അപ്പോഴാണ് നീന്താൻ അറിയാവുന്ന ഒരു ചെങ്ങാതി അവന് കിട്ടിയത്. ആരാണ് ചെങ്ങാതി എന്ന് നമുക്ക് നോക്കാം.
ഈ ചെടികളുടെയും പൂക്കളുടെയും ഇടയിലൂടെ നടക്കാൻ എന്ത് രസം. ഹായ്, എന്ത് ഭംഗി. നല്ല രസമുണ്ട് കാണാൻ. എനിക്ക് നീന്താൻ അറിയുമായിരുന്നെങ്കിൽ പുഴയുടെ അക്കരെ പോകാമായിരുന്നു. ഇതെന്താ അനങ്ങുന്നത് പോലെ? എനിക്ക് തോന്നിയതാവുമോ? അയ്യോ, ഭൂമി കുലുങ്ങുന്നേ, ഭൂമി കുലുങ്ങുന്നേ, അയ്യോ. ഏയ്, പേടിക്കണ്ട, ഭൂമി കുലുങ്ങുന്നതൊന്നുമല്ല. നീ ആരാണ്? ഞാനൊരു പാവം ആമയാണ്. നീ എന്റെ പുറത്താണ് കയറി നിന്നത്. അല്ല, ഞാനൊരു കല്ലിന്റെ പുറത്താണ് കയറി നിന്നത്. അത് കല്ലല്ല, എന്റെ പുറം കാണാൻ കല്ല് പോലെ തോന്നും. ആണോ? ശരിയാണ്, ഞാൻ നിന്റെ മുകളിൽ തന്നെയാണ് നിന്നത്. നിന്റെ പുറം എന്താണ് ഇങ്ങനെ പാറ പോലെ? അതോ, ഞാൻ പറഞ്ഞു തരാം. അയ്യോ, അവളെന്നെ പിടിക്കും. ചെങ്ങാതി, ചെങ്ങാതി, പരുന്ത് പോയി. പരുന്ത് പോയോ? അവളെന്നെ എപ്പോഴും പേടിപ്പിക്കും. ഇങ്ങനെ ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാനാണ് ഈ പുറന്തോട്. ഞാൻ തലയകത്തിട്ട് തോടിനുള്ളിൽ പതുങ്ങിയിരിക്കും. കൊള്ളാമല്ലോ ഈ സൂത്രം. ഞാനാണെങ്കിൽ കുരയ്ക്കും, രക്ഷയില്ലെങ്കിൽ ഓടി ഒളിക്കും. നിന്നെപ്പോലെ എനിക്ക് ഓടാൻ കഴിയില്ല. ഞാൻ പതിയെ ഇഴഞ്ഞാണ് പോകുന്നത്. പിന്നെ പാറ പോലുള്ള എന്റെ തോട് മാത്രമാണ് ആകെയുള്ള രക്ഷ. വരൂ, നമുക്ക് പുഴയിലേക്ക് പോവാം. ഞാൻ ഇവിടെ നിന്നാൽ പരുന്ത് ഇനിയും വരും. പാവം, ആമച്ചേട്ടനെ പരുന്ത് പിടിച്ചോ ആവോ? നിനക്ക് നീന്താൻ അറിയാമോ? നല്ല തമാശ. ഞാൻ കരയിലും വെള്ളത്തിലും ജീവിക്കും. ഇതാ എന്റെ സമ്മാനം. ഇനി എന്താ കൂട്ടുകാർക്ക് വേണ്ടത്? ഒരു നഴ്സറി പാട്ടായാലോ? ഒരു കൊച്ചു പൂച്ചക്കുഞ്ഞിന് പറ്റിയ അമളയെ കുറിച്ചാണ് ഈ പാട്ട്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അമളി പറ്റിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറയില്ല. പറഞ്ഞാലേ എല്ലാരും കളിയാക്കും അല്ലേ? ഇതാ പാട്ട്, കൂടെ പാടണേ. ഓക്കെ? കുഞ്ഞിനൊരു കൊച്ചമളിപ്പറ്റി കാച്ചിവച്ച ചൂടുപാലിൽ ഓടിച്ചെന്നു നക്കി. കൊച്ചുനാക്കു പൊള്ളിയപ്പോൾ പാവപൂച്ച കേണു. മ്യാവ് 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 മ്യാവ്. വെള്ളരിക്ക പട്ടണത്തിൽ ഒരിടത്ത് സുദർശനൻ എന്നു പേരുള്ള ഒരു കുഴി മടിയൻ താമസിച്ചിരുന്നു. ജോലി ചെയ്ത് ജീവിക്കാൻ ഒരു താല്പര്യവും ഇല്ലാതിരുന്ന സുദർശനൻ എന്നും രാവിലെ ഭിക്ഷയാചിച്ചിറങ്ങും. കിട്ടുന്ന അരിയോ അവലോ വാങ്ങി ആഹാരമൊക്കെ ഉണ്ടാക്കി കഴിച്ച് കിടന്നുറങ്ങുന്നതായിരുന്നു പതിവ്. അങ്ങനെ കഴിയുമ്പോഴാണ് ഒരു ദിവസം
വഴിയിൽ നിന്ന് വീരുവിനെ കിട്ടുന്നത്. പക്ഷെ വീരു കൂടി വന്നപ്പോൾ സുദർശനന് ജോലി കൂടുതലായി, അതുപോലെ മടി. അതുകൊണ്ട് വീട്ടുജോലിയെല്ലാം ക്രമേണ വീരുവിന്റെ തലയിലായി. ഒരു ദിവസം ധനികനായ ഒരു കച്ചവടക്കാരൻ സുദർശനന് കുറേയധികം അരിപ്പൊടി കൊടുത്തു. ഇങ്ങനെ എന്നും വന്ന് കൈനീട്ടാതെ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചൂടെ? ദാ ഇത് കൊണ്ടുപോയി പലഹാരം ഉണ്ടാക്കി വിറ്റ് കാശ് സമ്പാദിക്ക, എന്നിട്ട് മാന്യമായി ജീവിക്കാൻ നോക്ക്. പലഹാരം ഉണ്ടാക്കാൻ പോലും ആര് മെനക്കെടുന്നു? വീട്ടിലെത്തിയ സുദർശനൻ അന്ന് കിട്ടിയ ഒരു നെയ്യപ്പം വീരുവിന് കൊടുത്തു. ജോലിയെല്ലാം ചെയ്ത് തളർന്നിരുന്ന വീരു അത് ആർത്തിയോടെ കഴിച്ചു. സുദർശനൻ അരിപ്പൊടി ഉറിയിൽ കെട്ടിത്തൂക്കിയ ശേഷം ക്ഷീണമകറ്റാൻ പായ വിരിച്ച് കിടന്നു. എന്നിട്ട് വീരുവിനോട് അടുത്ത് വന്ന് കിടന്നോളാൻ പറഞ്ഞു. ക്ഷീണം കാരണം പാവം വീരു അപ്പ തന്നെ ഉറങ്ങിപ്പോയി. ആ കച്ചവടക്കാരൻ സത്യത്തിൽ ഒരു ബുദ്ധിയുമില്ലാത്തവന്. അല്ലെങ്കിൽ പലഹാരം ഉണ്ടാക്കി വിൽക്കാൻ പറയോ? അല്ലെങ്കിൽ തന്നെ പലഹാരം ഉണ്ടാക്കി വിറ്റ എന്ത് കിട്ടാന്? സുദർശനൻ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് കിടന്നു. അല്ലെങ്കിലും വെറുതെ ദിവാസ്വപ്നങ്ങൾ കാണുന്നത് സുദർശനന് പതിവായിരുന്നു. ഞാൻ ഈ അരിപ്പൊടി പഞ്ഞമാസമാകുമ്പോൾ വിൽക്കും, ഇരട്ടി വിലയും കിട്ടും. സുദർശനൻ പെട്ടെന്ന് തന്നെ തന്റെ സ്വപ്ന ലോകത്തെത്തി. അരിപ്പൊടി വിറ്റ കാശുകൊണ്ട് കുറേ കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങും. അവയെ വളർത്തി വലുതാക്കി ദിവസവും മുട്ടകളെടുക്കും. മുട്ടകൾ വിറ്റ് 2 ആടുകളെ വാങ്ങും. പിന്നെ പറയണോ, 2 ആടും പെറ്റു പെരുകി ഒരു വലിയ ആട്ടും പറ്റം തന്നെ ഉണ്ടാവും. അതില് കുറെ ആടുകളെ കൊടുത്ത് പശുക്കളെ വാങ്ങും. പശുക്കള് കുറെ ആകുമ്പോ എരുമകളെ വാങ്ങും. എരുമകളെ വിറ്റ് പെൺകുതിരകളെ വാങ്ങും. പെൺകുതിരകൾ പെറ്റു പെരുകി ധാരാളം കുതിരകൾ ഉണ്ടാകും. കുതിരകളെ വിറ്റ് സ്വർണ്ണ നാണയങ്ങൾ സമ്പാദിക്കും. പിന്നെ പറയണോ, അതിസുന്ദരമായ ഒരു മാളിക ഞാനങ്ങ് പണിയും. ഓ, എനിക്ക് വയ്യ. മാളിക പണിഞ്ഞു കഴിഞ്ഞാൽ ആ കച്ചവടക്കാരന്റെ സുന്ദരിയായ മകളെ ഞാൻ കല്യാണം കഴിച്ചു കൊണ്ടുവരും. അതിൽ മിടുക്കനായ ഒരു മകനും ഉണ്ടാകും. അങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടെ കഴിയവേ ഒരു ദിവസം എന്റെ മകൻ അമ്മയുണ്ടാക്കിയ ഒരു നെയ്യപ്പവും കൊണ്ട് എന്റെ അടുത്തേക്ക് ഓടി വരും. പക്ഷെ ഇത് കണ്ടുകൊണ്ട് തക്കം പാർത്തിരുന്ന ഒരു കാക്ക പിന്നാലെ പറന്നു വന്ന് നെയ്യപ്പം തട്ടിയെടുക്കാൻ ശ്രമിക്കും. ഞാനപ്പോ കാക്കയെ ഓടിക്കാനായി ബഹളം വെക്കുമെങ്കിലും കാക്ക അത് വകവെക്കില്ല. ഞാനപ്പോൾ അവിടെ ഇരുന്ന ഒരു വടിയെടുത്ത് കാക്കയെ വിരട്ടാനായി ഉത്തരത്തിൽ ശക്തിയായി അടിച്ച് ശബ്ദമുണ്ടാക്കും. അയ്യോ! ഞെട്ടിയുണർന്ന വീരു മാവിൽ കുളിച്ചു നിൽക്കുന്ന രൂപത്തെ കണ്ട് പേടിച്ച് പുറത്തേക്കോടി. വീരു, നിൽക്ക് നിൽക്ക്, ഇത് ഞാനാ, സുദർശനൻ. പക്ഷെ എന്ത് കാര്യം, അപ്പോഴേക്കും വീരു എങ്ങോട്ടോ ഓടി മറിഞ്ഞിരുന്നു.
തനിക്ക് പറ്റിയ മണ്ടത്തരമോർത്ത് സുദർശനൻ നിരാശനായി തിരികെ നടന്നു. തത്തമ്മ പെണ്ണിനെ കുറിച്ചുള്ള ഒരു പാട്ടാണിനി. ചുണ്ടിലും കാതിലും കാലിലും ഒക്കെ പൊന്നണിഞ്ഞ ഒരു മിടുക്കി തത്തമ്മ. കൂടെ പാടിക്കോ. തത്തപ്പാനങ്കിളിയെ നിൻ കൂടെ പോരണയോ? തത്തപ്പനങ്കിളിയെ നിൻ കൂടെ പോരണയോ? നിൻ കൂടെ പോന്നാല് കാലിന് പൊന്നണിയ, കാലിന് പൊന്നണിഞ്ഞാൽ ചിക്കിപ്പേറുക്കണ്ടയോ? തത്തപ്പനങ്കിളിയെ നിൻ കൂടെ പോരണയോ? നിൻ കൂടെ പോന്നാല് ചിറകിനും പൊന്നണിയ, ചിറകിന് പൊന്ന